നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം വീണ്ടും അതിരൂക്ഷമായതോടെ ആഗോളതലത്തിലുണ്ടായ സാമ്പത്തിക അസ്ഥിരത ഇന്ത്യൻ ഓഹരി വിപണിയെയും ദാരുണമായി പിടിച്ചുലച്ചു. തിങ്കളാഴ്ച വ്യാപാരം ആരംഭിച്ചതു മുതൽ വൻ തിരിച്ചടിയാണ് ഇന്ത്യൻ വിപണി നേരിട്ടത്. ബോംബെ ഓഹരി സൂചികയായ സെൻസെക്സ് 720 പോയിന്റ് അഥവാ 0.97% ഇടിഞ്ഞ് 73,525 എന്ന നിലവാരത്തിലാണ് തിങ്കളാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റിക്കും വലിയ തോതിലുള്ള തിരിച്ചടി നേരിടേണ്ടി വന്നു. നിഫ്റ്റി 244 പോയിന്റ് അഥവാ 1.04% നഷ്ടം രേഖപ്പെടുത്തി 23,123 വ്യാപാരം നടത്തിയത്. വിപണി തുറന്ന ആദ്യ മിനിറ്റുകളിൽ തന്നെ നിക്ഷേപകർക്ക് 5 ലക്ഷം കോടിയിലധികം രൂപയുടെ വൻ നഷ്ടമുണ്ടായി. വ്യാപാരത്തിന്റെ അവസാനത്തോടെ BSEയിലെ കമ്പനികളുടെ ആകെ സംയോജിത വിപണി മൂല്യത്തിൽ 6.95 ലക്ഷം കോടി രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തി. ഇതോടെ ആകെ വിപണി മൂല്യം 484.64 ലക്ഷം കോടി രൂപയിലേക്ക് താഴ്ന്നു. ഇസ്രയേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് വിപണിയെ പെട്ടെന്ന് തളർത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച ഇറാൻ ഇസ്രയേലിന് നേരെ 30ഓളം മിസൈലുകളാണ് തൊടുത്തുവിട്ടതെന്ന് ഇസ്രയേലി സൈന്യം ഔദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നു. ഇതേസമയം തന്നെ യമനിലെ ഹൂത്തി വിമതരും ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് 2 മിസൈലുകൾ തൊടുക്കുകയുണ്ടായി. എന്നാൽ ഈ മിസൈലുകളെല്ലാം തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിജയകരമായി തടുത്തു നിർത്തിയെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾക്കും ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളെ തടയുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ നടപടികൾക്കും തിരിച്ചടിയായാണ് തങ്ങൾ ഈ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തുടരുകയാണ്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ തിരിച്ചാക്രമണം നടത്തരുതെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ സമാധാന നിർദ്ദേശം പൂർണ്ണമായും കൈയോടെ തള്ളിക്കളഞ്ഞ ഇസ്രായേൽ സൈന്യം ഇറാനിലെ സുപ്രധാനമായ പെട്രോ കെമിക്കൽ പദ്ധതികൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ ഈ കടുത്ത നടപടിയോടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോര് കൂടുതൽ മൂർച്ഛിക്കുകയും കാര്യങ്ങൾ കൈവിട്ടുപോയതോടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വൻ വെട്ടിലാവുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുക്കം കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ട്രംപ് വീണ്ടും നെതന്യാഹുവിനെ വിളിച്ച് ശാസിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട്. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ വലിയ രീതിയിൽ ഇസ്രായേൽ ഒറ്റപ്പെടും, അതുകൊണ്ട് മറ്റു സാഹചര്യങ്ങളിലേക്ക് പോകരുത്, യുദ്ധം ഉണ്ടാക്കരുത് എന്ന കർശന നിർദ്ദേശം നൽകി. ഇറാൻ ഇനി ആക്രമിക്കാത്ത പക്ഷം തങ്ങൾ ആക്രമണം നടത്തില്ല എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ എത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖല വീണ്ടും സംഘർഷഭരിതമായതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ അതായത് ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഉയരാൻ തുടങ്ങി. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് 4.13% ഉയർന്ന് $96.93 US ക്രൂഡായ WTI ക്രൂഡിന്റെ വില 4.67% വർദ്ധിച്ച ബാരലിന് $94.77 എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം US ഡോളർ ഇൻഡെക്സും ബോണ്ട് ഈൽഡും വലിയ തോതിൽ ഉയർന്നു. എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഈ അപ്രതീക്ഷിത വർധനവ് വരും ദിവസങ്ങളിൽ പണപ്പെരുപ്പം കൂടാൻ വഴിയൊരുക്കുമെന്ന ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പണപ്പെരുപ്പം വർദ്ധിക്കുന്നതോടെ ബാങ്കുകളുടെ അടിസ്ഥാന പലിശ നിരക്കുകൾ ഉയർന്ന നിലയിലേക്ക് മാറ്റാൻ കേന്ദ്ര ബാങ്കുകൾ നിർബന്ധിതരാകും. ഈ വിലയിരുത്തലാണ് തിങ്കളാഴ്ച ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണികളെ വൻതോതിൽ തളർത്തിയത്. ഇതിനു പുറമെ അമേരിക്കയിൽ പുതിയ തൊഴിലവസരങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തോതിൽ കൂടിയതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇത് പലിശ നിരക്ക് കുറയ്ക്കാതെ ഉയർന്ന തലത്തിൽ തന്നെ നിലനിർത്താൻ അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിനെ പ്രേരിപ്പിക്കുമെന്ന ചിന്തയും ഓഹരി വിപണികളെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. അമേരിക്കൻ ഏഷ്യൻ ഓഹരി വിപണികളിൽ മുൻനിരയിൽ നിൽക്കുന്ന പ്രമുഖ ടെക്നോളജി കമ്പനികളുടെ ഓഹരികളിൽ ഉണ്ടായ വിൽപ്പന സമ്മർദ്ദവും വിപണികളുടെ അടിതെറ്റാനും കാരണമായിട്ടുണ്ട്.